ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബിറ്റ് കോയിൻ ആൾട്ട് കോയിൻസിൻ്റെ പമ്പിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കുറേ വർഷമായിട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 ഡിജിറ്റിൽ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് USDT മാർക്കറ്റിൽ. എന്നാൽ 5 USD മാർക്കറ്റ് എന്ന രീതിയിൽ ഏകദേശം 1,04,000 USD എന്ന റേഞ്ചിലോട്ട് നമ്മുടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 1,02,500 അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വൈസ് നിൽക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പുതിയ ഹൈ നോക്കി പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഗോൾഡിൻ്റെ പ്രൈസ് വോളിയൊന്നുമില്ല, സൈഡ് വൈസ് തന്നെയാണ്. അതുകൊണ്ടാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് പുതിയ ഹൈ നോക്കി പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. മുമ്പോട്ട് പറയുന്ന ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഫണ്ട് ക്രിപ്റ്റോയ്ക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു 1000 USD മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10 നല്ല പ്രോജക്റ്റ് നോക്കിയിട്ട് 100 USD വെച്ചിട്ട് സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു 5,000-6,000 USD റിട്ടേൺ മാത്രം വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് ബൈ പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതാണ് ക്രിപ്റ്റോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല പ്രോജക്റ്റ്, ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച്, സെൽ ടാർഗറ്റ്, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റും. ഇനി ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എതീരിയത്തിൻ്റെ അകത്തും BNB-ക്കകത്തും വോളിയം നല്ല രീതിയിൽ വേരിയേഷൻ വരുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BNB-ക്കകത്ത് നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ട്. ഏകദേശം നമ്മുടെ BNB എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രൈസ് 792 ഏകദേശം 25 USD ഇട്ട് ഞാൻ BNB ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടോ, 792 ഓക്കെ, എത്രമാത്രം പ്രോഫിറ്റ് ആണെന്ന് നോക്കുക. CET ആണ് നമുക്ക് ആദ്യമായിട്ട് പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സൊളാന അത്ര വലിയ രീതിയിലോട്ട് മൂവ് ആവുന്നില്ല, സൈഡ് വൈസ് ആണ്. പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാൻ നിൽക്കുകയാണെങ്കിൽ സൊളാന വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. മാർക്കറ്റ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഏകദേശം 264 USD റേഞ്ച് വരെയാണ് നമ്മുടെ സൊളാനയുടെ പ്രൈസ് പോയത്. അതിനുശേഷം 236 നിൽക്കുന്നത്. പുതിയ ഹൈയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി XRP എന്ന് പറയുന്നത് 0.30 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.40 ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ XRPയുടെ പ്രൈസ് എന്ന് പറയുന്നത് $2.88 പോയിട്ട് വീണ്ടും $2.45 നിൽക്കുന്നത്. $2.88 ബ്രേക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നതായിരിക്കും. ഞാൻ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ എന്തോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പല വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ XRPയുടെ പ്രൈസ് എന്ന് പറയുന്നത് 5 USD വരെ എൻ്റെ ഒരു സെൽ ടാർഗറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. 0.30 ഉണ്ടായിരുന്ന ടൈം ഞാൻ പറഞ്ഞതാണ് 5 USD വരെ സെൽ ടാർഗറ്റ് എന്ന്. ഇപ്പോൾ ഏകദേശം 2.5-3 USD അടുപ്പിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് XRP. ഇനി അടുത്ത് ഷിബ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 1 കോടി ക്വാണ്ടിറ്റി എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി മുമ്പ് തൊട്ടേ പറയുന്നതാണ്. ഏകദേശം USDT മാർക്കറ്റിൽ 1000 തൊട്ടാണ് ഞാൻ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 3147. ഓക്കെ, നിങ്ങൾക്ക് ലോങ് ടൈമിന് പറ്റിയൊരു പ്രോജക്റ്റാണ് ഷിബ എന്ന് പറയുന്നത്. ഷിബ മിക്കവർക്ക് 150-200% പ്രോഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ 15-20% നിങ്ങളുടെ ഓരോ പ്രോജക്റ്റ് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മൊത്തത്തിൽ ഡൗൺ എന്ന രീതിയിലോട്ട് വരാം. അതുകൊണ്ടാണ് ഞാൻ സേഫ് എന്ന രീതിയിൽ പറയുന്നത്. നിങ്ങൾ 15-20% വരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങുക. കാർഡിനോയൊക്കെ 0.30 ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏകദേശം ഏറ്റവും ടോപ്പ് പോയ പ്രൈസ് എന്ന് പറയുന്നത് ഇന്നലെ ആയിരുന്നു 1.31. കാർഡിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഹൈയിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് $2 to $3 ഇടയിൽ വരെ നമ്മുടെ കാർഡിനയുടെ പ്രൈസ് വരാം, മുമ്പോട്ടേ പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കാർഡിനോ ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ മുമ്പോട്ടുള്ള വീഡിയോ പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി അടുത്ത് വെർജ് ആണ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന ഒരു പ്രോജക്റ്റ് എന്നിട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പറയും വെർജാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർജ് നമുക്ക് 2ാമത്തെ സൈക്കിളിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0. അപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ വെർജിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 2023 ടൈമിലാണ്. 2021 ടൈമിൽ 0.0020 ഞാൻ പലതവണ ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.0015 ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ വെർജിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 0.0089 പോയിട്ട് വീണ്ടും അതേ പൊസിഷനിൽ വന്നിട്ട് അടുത്ത വെർജിൻ്റെ പ്രൈസ് 0.144 പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അതേ പൊസിഷനിൽ വന്നിട്ട് വെർജിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ
2.1 ആണ് നിൽക്കുന്നത്. വെർജ് അതുകൊണ്ട് പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്നൊരു പ്രോജക്റ്റാണ് വെർജ് എന്ന് പറയുന്നത്. നല്ല പ്രോജക്റ്റാണ് കണ്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നല്ല പ്രോജക്റ്റ് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാത്ത കുറേ പ്രോജക്റ്റ് പോയിട്ട് ചെയ്ത് നിങ്ങളുടെ ഫണ്ടും ടൈമും എല്ലാം വേസ്റ്റാണ്. അതുകൊണ്ട് നല്ല പ്രോജക്റ്റ് മാത്രം നോക്കി സെലക്ട് ചെയ്യുക. EOS 0.40 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0.50 പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുക, ഏകദേശം $1 $54 സെൻറ്റ് അടുപ്പിച്ചിട്ടാണ് നമ്മുടെ EOSൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, EOS വീണ്ടും പുതിയ ഹൈലോട്ട് മാർക്കറ്റ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ പോകുന്നതായിരിക്കും. അടുത്ത ട്രോണ് 0.06 പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ. ഞാൻ ട്രോണും ഡോഗിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു $1 വരെ പോകുന്നു. അപ്പം പലർക്കുള്ളൊരു ഡൗട്ടാണ്, ചിലപ്പം ഡോഗി ആണെങ്കിൽ പോകാം, ട്രോൺ അങ്ങനെ പോകില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രോണിൻ്റെ പ്രൈസ് നോക്കുക, ഏകദേശം $1 അടുപ്പിച്ച് 0.45 അടുപ്പിച്ച് മാർക്കറ്റ് ടച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ 0.33 ആണ് നിൽക്കുന്നത്. സോ ട്രോണും നല്ല രീതിയിൽ തന്നെ പലർക്കും പ്രോഫിറ്റ്. ഈ 0.45 നമ്മുടെ ട്രോൺ വന്ന ശേഷം പലർക്കും മൈൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, $1 വരെ വരാം എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ ഡൗട്ടുള്ളവർക്ക് ആ ഡൗട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് താല്പര്യമുള്ളവർ മാത്രം വന്നിട്ട് ബൈ ചെയ്യുക. ഇനി നമ്മുടെ ഡോഗി ഏകദേശം വീണ്ടും പുതിയ ഹൈലോട്ട് പോകുന്നതായിരിക്കും. ഏകദേശം ഞാൻ ഡോഗി 0.06 0.07 ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം വന്നിട്ട് ബൈ ചെയ്യാം. $1 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ടോപ്പായിട്ട് പോയത് 0.475 വരെയാണ് ഡോഗി പോയിട്ടുള്ളത്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് പകുതി $1 വരെ പോയിട്ടുണ്ട്. ഇനി അത് $1 പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ $1 വരെ വേണമെങ്കിൽ പോകാം. ഓക്കെ, മാർക്കറ്റ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് $1 വരെ വേണമെങ്കിൽ പോകാം. എനിക്ക് തോന്നുന്നു ഡോഗിയൊക്കെ 2 പൈസ 3 പൈസ ഇതേ ചാനലിൽ തന്നെ ഞാൻ 2017 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീ ഡോഗി എങ്ങനെ ക്ലൈം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. freedoggy.com എന്ന് പറഞ്ഞിട്ടോ .in എന്ന് പറഞ്ഞിട്ടോ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡോഗിയൊക്കെ ഫ്രീ ആയിട്ട് ഓരോ മണിക്കൂറും ക്ലൈം ചെയ്യുന്നതൊക്കെ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ദിവസവും അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30-50 അങ്ങനെ എന്തോ ഡോഗി നിങ്ങൾക്ക് ക്ലൈം ചെയ്യാമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഇപ്പോഴത്തെ വെർത്ത് എത്രയാണ്. അതിനുശേഷം ഡോഗിയൊക്കെ $1 പോയി, പിന്നെ $10 പോയി, ഏകദേശം മാർക്കറ്റിൽ $40 പോയി, വീണ്ടും അത് ഡൗണിൽ വരുന്നു, വീണ്ടും ഞാൻ ബൈ ചെയ്യാൻ വേണ്ടി പറയുന്നു, വീണ്ടും ഡോഗി ഏകദേശം $1.5 അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതാണ് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. വളരെ കറക്റ്റ് പ്രോജക്റ്റ്, ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത് ബാറ്റ് സിലിക്ക് എപ്പോഴും ഒരുമിച്ചാണ് പറയുന്നത്. ബാറ്റ് ഇന്നലെയാണ് ഏറ്റവും ടോപ്പ് ഹൈ എന്ന രീതിയിൽ മാർക്കറ്റ് വന്നത് 0.36 ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിലിക്കകത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. മിക്കവർക്കും 100-150% അടുപ്പിച്ച് പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ ബാറ്റും സിലിക്ക എന്ന് പറയുന്നത്. ഇനി അടുത്ത് MXCയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, MXC ഡൗൺ ആയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.80 അല്ലെങ്കിൽ 2.60. ഇതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് ബൈ MXC ടോക്കൺ വേണമെങ്കിൽ ലോങ് ടൈമിന് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. MXC ടോക്കൺ നമുക്ക് നേരത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ പ്രോഫിറ്റ് അധികം വലിയ രീതിയിൽ വേരിയേഷൻ വരാത്തത് ASD എന്ന് പറയുന്നൊരു ടോക്കൺ മാത്രമാണ്. ഇനി അടുത്ത് സിലിക്കയും ഇന്നലേക്കും തലേ ദിവസം നല്ല രീതിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഹൈ എന്ന രീതിയിൽ 0.37 വരെ പോയിട്ടുണ്ടായിരുന്നു. 0.14 റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വന്നിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മുടെ അയോട്ട എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടിയ പ്രോജക്റ്റാണ് അയോട്ട എന്ന് പറയുന്നത്. അയോട്ട ഏകദേശം നവംബർ അതുപോലെ തന്നെ ഒക്ടോബറിലൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് നോക്കി കാണാൻ വേണ്ടി പറ്റും. പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് 0.12 0.10 0.15 നിങ്ങൾക്ക് ബൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് നോക്കുക 0.63 ഏകദേശം 600% അടുപ്പിച്ച് വരെ പലർക്കും പ്രോഫിറ്റാണ് അയോട്ട എന്ന് പറയുന്നത്. അയോട്ട ഇതിനു മുമ്പ് ഏകദേശം 300-400% നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ വന്ന ടൈമാണ് ഞാൻ അയോട്ട പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാമെന്ന്. ഫയൽ ടോക്കൺ എന്ന് പറയുന്നത് ഏകദേശം 8.5 USD ടച്ച് ആയിട്ടുണ്ട്. 3.5 USD പറഞ്ഞതാണ്. 3.5 USD ഉണ്ടായിരുന്ന ടൈം പറഞ്ഞതാണ്. ഫയൽ ടോക്കണൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത യൂണിസാപ്പിൻ്റെ യൂണി ടോക്കണും 16 USD അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. ഏകദേശം 5 USD വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ 5-6 USD ഒക്കെ എത്തിയ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതും നല്ല രീതിയിൽ തന്നെ റിട്ടേൺ പലർക്കും വന്നിട്ടുണ്ട്. എതീരിയം ക്ലാസിക്ക് ഏകദേശം 42 USD വരെ എത്തിയിട്ടുണ്ട്. 17 USD 18 USD ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എതീരിയം ക്ലാസിക്ക് ലൈറ്റ് കോയിനും എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു എതീരിയം അല്ലെങ്കിൽ ഒരു ലൈറ്റ് കോയിനെങ്കിലും ബൈ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പകുതിയെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്ത് നമ്മുടെ
CSPR എന്ന് പറയുന്നത് ഏകദേശം 0.27 വരെ പോയി കണ്ടോ. നേരത്തെ 0.27 വരെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും പമ്പ് എന്ന രീതി മാർക്കറ്റ് CSPR ചേഞ്ച് ആയിട്ടുണ്ട്. ഗലയും ഏകദേശം 0.066 0.15 തൊട്ട് ഞാൻ മുമ്പോട്ട് പറയുന്നതാണ്, താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ഏകദേശം അതും 100-150% അടുപ്പിച്ചിട്ട് ഹൈ ആയിട്ടുണ്ട്. അടുത്ത് ഗേറ്റ് ടോക്കണും ഇന്നലെ ഏകദേശം $13 ക്രോസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഗേറ്റ് ടോക്കണൊക്കെ ഞാൻ $2 തൊട്ടൊക്കെ മുമ്പ് പറഞ്ഞു തുടങ്ങിയതാണ്. $2 തൊട്ടൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കണ്ടോ. ഏകദേശം $3.5 അതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി 2023 ജനുവരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏകദേശം $2.5 ഇട്ട് പറഞ്ഞു തുടങ്ങിയതാണ് കണ്ടോ. ഇപ്പോൾ ഏകദേശം $13 റേഞ്ചാണ് ഗേറ്റ് ടോക്കൺ നിൽക്കുന്നത്. എത്രമാത്രം പ്രോഫിറ്റ് ആണെന്ന് നോക്കുക. ഇത് ഞാൻ സ്ഥിരം പറയുന്ന പ്രോജക്റ്റാണ്. ഓക്കെ, ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് പറയുന്ന പ്രോജക്റ്റാണ്. ഇനി അടുത്ത് ഡോട്ടൊക്കെ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് $40 ആണ്. ആ $40 ഒക്കെ പറഞ്ഞ ടൈം പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, അത്രയും വരുമോ. ഓക്കെ, ഏകദേശം നമ്മുടെ ഡോട്ട് $4 ഒക്കെ എത്തിയ ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡോട്ട് എന്ന് പറയുന്നത് ഏകദേശം $11 പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. $3.5 $4 റേഞ്ച്. വീണ്ടും ഏകദേശം $12 അടുപ്പിച്ച് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഡോട്ടൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ബൈ ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ 2022 to 2023 നമ്മുടെ ജൂൺ ടൈമൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ എന്ന രീതിയിൽ ഡോട്ട് ബൈ ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. വീണ്ടും ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. ഡോട്ടൊക്കെ $40 വരെ വേണമെങ്കിൽ പോകാം, മാർക്കറ്റ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ്, കുറച്ച് കാര്യങ്ങൾ. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നമ്മുടെ 2023 ഏകദേശം 2022 ഡിസംബർ ജനുവരി 2023 $15,000 ഉണ്ടായിരുന്ന ബിറ്റ്കോയിനാണ് ഏകദേശം ഇപ്പം $1,00,000 എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ബിറ്റ്കോയിനിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാഭം അത് ആൾട്ട് കോയിൻസിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വയ്ക്കുന്നത് ബിറ്റ്കോയിൻ, അടുത്ത് എതീരിയം, രണ്ടാമത് ലൈറ്റ് കോയിൻ. ഇത് മൂന്നിലായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഫണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, അവർ $millions ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 200% തന്നെ റിസ്ക് ഇല്ലാതെ എന്ന് പറയുന്നത് അവർക്കത് ഹ്യൂജ് എമൗണ്ട് ആണ്. പക്ഷെ നമ്മൾ $1,000-2,000 ഒക്കെ വെച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു 200% എന്നതിനേക്കാളും നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഒരു 5 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് പ്രോഫിറ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ആൾട്ട് കോയിൻസ് പറയുന്നത്. നിങ്ങൾ ഫണ്ട് കൂടുതൽ യൂസ് ചെയ്ത്, ചിലരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അവർക്ക് കൂടുതൽ ആൾട്ട് കോയിൻസ് ചെയ്യാൻ താല്പര്യമില്ല, അവർ കൂടുതലും എതീരിയം അല്ലെങ്കിൽ ബിറ്റ്കോയിൻ മാത്രമേ ഫോക്കസ് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്നതാണ്, ബിറ്റ്കോയിൻ വേണമെങ്കിലും ഫോക്കസ്, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി വേണമെങ്കിലും ഫോക്കസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അത് ഫണ്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഫണ്ട് കുറവാണെങ്കിൽ ആൾട്ട് കോയിൻസ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ.